1975 ജൂൺ 12 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ഇരട്ട പ്രഹരം കിട്ടിയത് ഈ ദിവസമാണ്. ആദ്യത്തേത് അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന്. ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ നിന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാണെന്ന് അലഹബാദ് ഹൈക്കോടതി വിധിച്ചു. എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് ലോക് ബന്ധുരാജ് നാരായണൻ നൽകിയ ഹർജിയിലായിരുന്നു വിധി. 1971 തെരഞ്ഞെടുപ്പിൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രചാരണം നടത്തിയതിനുള്ള ശിക്ഷയാണ് 4 വർഷങ്ങൾക്ക് ശേഷം വന്നത്. ജൂൺ 16 പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സിദ്ധാർത്ഥ ശങ്കരയാണ് ഇന്ദിരാഗാന്ധിയെ സന്ദർശിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഉപദേശം കൈമാറിയത്. 1975 ജൂൺ 24 ജസ്റ്റിസ് VR കൃഷ്ണയ്യ സുപ്രീം കോടതിയിലെ അവധിക്കാല ബെഞ്ചിലിരുന്ന ഇന്ദിരയുടെ അപ്പീലിൽ വിധി പറഞ്ഞു. അലഹബാദ് ഹൈക്കോടതി വിധി സാധുവാണെന്നും എന്നാൽ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയേണ്ടതില്ല എന്നുമായിരുന്നു വിധി. അതോടെ അടിയന്തരാവസ്ഥയ്ക്കുള്ള ഒരുക്കം തുടങ്ങി. ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും സിദ്ധാർത്ഥ ശങ്കരയും മാത്രമാണ് തുടക്കത്തിൽ ഇക്കാര്യം അറിഞ്ഞത്. ജൂൺ 25 രാത്രി 8 മണിയോടെ പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു. ജയപ്രകാശ് നാരായണൻ, AB വാജ്പേയി, LK അദ്വാനി, ലാൽ പ്രസാദ് യാദവ്, നിതീഷ് കുമാർ തുടങ്ങിയവരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. വൈദ്യുതി വിച്ഛേദിച്ചതോടെ പത്രങ്ങളിലൂടെ വിവരം പുറത്തുവരാനുള്ള സാധ്യതയും ഇല്ലാതായി. അടിയന്തരാവസ്ഥയുടെ വിവരം ആഭ്യന്തരമന്ത്രി K ബ്രഹ്മാനന്ദ റെഡ്ഡി പോലും അറിഞ്ഞത് ഉത്തരവിറങ്ങിയ ശേഷമാണ്. രാജ്യമെങ്ങും പ്രതിപക്ഷ നേതാക്കളുടെ അറസ്റ്റുകൾ ആരംഭിച്ചു. മിസപ്രകാരം 34,988 പേരെയും, ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് എന്ന DIR പ്രകാരം 75,818 പേരെയും, കോഫെപോസ് അനുസരിച്ച് 2,084 പേരെയും അറസ്റ്റ് ചെയ്തു. ഇക്കാലത്താണ് നിർബന്ധിത വന്ധ്യംകരണം നടപ്പിലാക്കിയത്. രാജ്യമെങ്ങു നിന്നും പുരുഷന്മാരെ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരിച്ചു. 21 മാസത്തിനിടയ്ക്ക് രാജ്യത്ത് 1 കോടി വന്ധ്യംകരണമാണ് നടന്നത്. കേരളത്തിൽ 3,62,062 പേരെയും വന്ധ്യംകരിച്ചു. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന നിരവധി നിയമങ്ങൾ പാർലമെന്റിൽ പാസാക്കി. പ്രധാനമന്ത്രിയുടെ നിയമനം കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നതുൾപ്പെടെയായിരുന്നു പാസാക്കിയ നിയമങ്ങൾ. മാധ്യമങ്ങളിൽ സർക്കാർ ആഗ്രഹിക്കാത്ത ഒരു വരി പോലും വരാതിരിക്കാൻ സെൻസറിംഗ് ഏർപ്പെടുത്തി. ഇന്ദിരയാണ് ഇന്ത്യ എന്ന ദേവകാന്ത് ബറൂവയുടെ മുദ്രാവാക്യം രാജ്യമെങ്ങും മുഴങ്ങി. കടുത്ത പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടെ 1977 മാർച്ച് 21 അടിയന്തരാവസ്ഥ പിൻവലിച്ചത്. പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി 345 സീറ്റ് നേടി അധികാരത്തിലെത്തി. തകർന്നടിഞ്ഞ കോൺഗ്രസിന് 187 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ തോൽക്കുകയും ചെയ്തു. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് മലയാളം.